ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. സനാതനധർമ്മ സംരക്ഷണത്തിനും ലോകത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും അഭിവൃദ്ധിക്കും വേണ്ടി നടക്കുന്ന 5ാമത്തെ ശതചണ്ഡികാ യജ്ഞമാണിത്. ജ്ഞാനാംബിക റിസർച്ച് ഫൗണ്ടേഷൻ ഫോർ വേദിക് ലിവിംഗ് 5 വർഷമായി ലോക നന്മയ്ക്കായിട്ടും ലോകത്തിലുള്ള എല്ലാ ജീവികളുടെ നന്മയ്ക്കായിട്ടും ശന്നോസ്തു ദ്വിപദേശം ചതുഷ്പദേ എന്നാണ് വേദം പറയുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല, നാൽക്കാലികളും ലോകത്തിലെല്ലാവരും സുഖമായിട്ടിരിക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള തത്വത്തിൽ ഇവിടെ ലോകമാതാവായിട്ടുള്ള ദേവിയെ ആരാധിക്കുകയാണ്. 100 പ്രാവശ്യം ദേവി മഹാത്മ്യ പാരായണം ചെയ്ത് 10 ആവർത്തി പല ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ഹവനവും ചെയ്ത് ദേവി ഇപ്പോൾ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരുടെ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ ധാരാഹോമവും പൂർണാഹുതിയും ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് തന്നെ നമ്മൾ നവകന്യക പൂജ, സപ്തമാതൃ പൂജ, സ്ത്രീകൾക്കെന്നും പ്രാധാന്യം കൊടുക്കുന്ന ഒരു തത്വം സനാതനധർമ്മത്തിനുണ്ട്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയൊക്കെ നാരികൾ പൂജിക്കുന്നോ അവിടെയെല്ലാം ദേവതകളുടെ സാന്നിധ്യമുണ്ടാവും എന്നാണ് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ദേവീ സ്വരൂപമായി കണ്ട് അവരെയെല്ലാം പൂജിച്ച് പ്രത്യക്ഷമായി അവരിൽ ദേവിയെ കണ്ട് ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം വാങ്ങിച്ച് എല്ലാവരുടെ നന്മയ്ക്കായിട്ടും വേദം പറഞ്ഞിട്ടുള്ള ചമക മന്ത്രം കൊണ്ട്, അതായത് ഋഗ്വേദത്തിന്റെ ഏറ്റവും നടുക്കായിട്ട് വരുന്നതാണ് രുദ്രം ചമകം. നമകവും രുദ്രം ചമകം എന്ന് പറയുന്ന ഭാഗം 360ഓളം പ്രാർത്ഥനകൾ. നമുക്കെല്ലാം എന്തെന്ത് ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് വേദം തന്നെ അത് പറഞ്ഞിരിക്കുകയാണ്. 360ഓളം പ്രാർത്ഥനകൾ. നമുക്ക് എന്തൊക്കെ ആവശ്യം ഈ ലോകത്തിനുണ്ടോ, മാത്രമല്ല ഓരോ വ്യക്തിക്കും പ്രതി വ്യക്തിക്കും എന്തൊക്കെ ആഗ്രഹങ്ങൾ, ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, എന്താഗ്രഹവും എന്ന് പറഞ്ഞാൽ സനാതനധർമ്മം എന്നാണ് പറയുന്നത്. സനാതനം എന്ന് പറഞ്ഞാൽ തന്നെ സദാതനം, എപ്പോഴുമുള്ള ധർമ്മം. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അതുപോലുള്ള ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, കാലാവസ്ഥകൾ മാറുന്നു, മഴ പെയ്യുന്നു, ഇതെല്ലാം ധർമ്മത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. തസ്മാത് ധർമ്മം പരമം വദന്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ധർമ്മത്തിന് ഇത്ര പ്രാധാന്യം. മനുഷ്യന് മാത്രമേ ധാർമ്മികം ആയിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മൃഗങ്ങൾക്കൊന്നും അങ്ങനെയുള്ളൊരു ധർമ്മമില്ല. ആഹാര നിദ്ര ഭയമൈഥുനഞ്ച സാമാന്യമേതത് പശുഭർണരാണാം ധർമ്മോഹിതേഷാം അധികോ വിശേഷാം ധർമ്മേന ഹീന പശുഭി സമാന. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, ഇത് 4 മനുഷ്യർക്കുമുണ്ട്, മൃഗങ്ങൾക്കുമുണ്ട്. ധർമ്മോഹിതേഷാം അധികോ വിശേഷം. ധർമ്മം ആചരണം മനുഷ്യന് മാത്രമേ ഉള്ളൂ. ധർമ്മേന ഹീന പശുഭി സമാന. ധർമ്മമില്ലെങ്കിൽ മൃഗത്തിന് തുല്യമാണ് എന്നുള്ളത് കൊണ്ട് ധർമ്മം വളരെ പ്രധാനമാണ്. ആ ധർമ്മ പരിപാലനത്തിനായിട്ട് ദേവിയുടെ അനുഗ്രഹം വളരെ ആവശ്യമാണ്. 12ാം അധ്യായത്തിൽ ദേവി മഹാത്മ്യത്തിൽ ദേവി പറയുന്നു, മതിം ധർമ്മേ ഗതിം ശുഭാം. ദേവി മഹാത്മ്യം ആര് പാരായണം ചെയ്യുന്നോ അവർക്കെല്ലാം ധാർമ്മികമായിട്ടുള്ള ബുദ്ധി വരും, ധാർമ്മികമായിട്ട് ജീവിക്കാനുള്ള ഒരു ബുദ്ധി വരും. ഇന്ന് സനാതനധർമ്മം നേരിടുന്ന പല വെല്ലുവിളികളെയും അതിജീവിക്കാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഈ ശതചണ്ഡികാ യജ്ഞം. ബ്രഹ്മക്ഷത്രം എന്ന വേദം പറയും. ക്ഷത്രം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ
മിലിറ്ററി ഫോഴ്സിന്റെ ശക്തി. ആ ശക്തിക്ക് ശക്തി കൊടുക്കണമെങ്കിൽ അതിന് വേദമന്ത്രത്തിന് കഴിയും എന്നാണ് വേദം പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് ഭടന്മാർ അതിർത്തിയിൽ രാജ്യം കാക്കുമ്പോൾ ഇവിടുന്ന് ചെയ്യുന്ന വേദമന്ത്രത്തിന്റെ ഫലം അവർക്ക് കൂടുതൽ ശക്തി പകരും. അതുകൊണ്ടാണ് ബ്രഹ്മക്ഷത്രം എന്ന് പറയുന്നത്. മന്ത്രത്തിന്റെ ഫലവും സേനയുടെ ഫലവും. അതുകൊണ്ടാണ് ഷഷ്ടാംശ വൃദ്ധി എന്ന് കാളിദാസൻ പറഞ്ഞിരിക്കുന്നു. ഇതുപോലുള്ള യജ്ഞങ്ങളുടെ യാഗങ്ങളുടെ എല്ലാം 1/6 രാജാവിന് പോവും എന്നാണ് വേദം പറയുന്നത്. അതുകൊണ്ടാണ് രാജാവിന് ഷഷ്ടാംശ വൃദ്ധി എന്ന് തന്നെ പേരുണ്ട്. ഷഷ്ടാംശ വൃദ്ധോ രവിധർമ്മയേഷ എന്ന് കാളിദാസൻ പറയുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ യാഗത്തിന്റെ 1/6 ഫലം രാജ്യത്തിനായിട്ട് പോവും. രാജ്യത്തിന്റെ നന്മയ്ക്കും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സൈനികരുടെ രക്ഷയ്ക്കുമായിട്ട് ഇതിന്റെ 1/6 ഫലം പോകും. അങ്ങനെയുള്ള ആ ദേവിയുടെ 100 ആവർത്തി പാരായണം കഴിഞ്ഞ് എല്ലാവർക്കും ധാർമ്മികമായിട്ടുള്ള ബുദ്ധി വരാനും ലോകക്ഷേമത്തിനുമായിട്ട് ചമകമന്ത്രം പറഞ്ഞ് 360ഓളം പ്രാർത്ഥന അതിലുണ്ട്. അത് പറഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഇത് കേട്ടാൽ തന്നെ മതി, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം നടക്കും. ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകും. നമസ്തേ.